അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നസുൽ മർഉ, ഒരു മനുഷ്യൻ ദുനിയാവിൽ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നിധി എന്തെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു മനുഷ്യൻ ദുനിയാവിൽ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നിധി എന്തെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ ദുനിയാവിൽ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നിധി ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, തിരുവമ്പാടിയിൽ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം വാങ്ങി വെച്ചിരിക്കുന്നവനല്ല, തിരുവമ്പാടിയിൽ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയവരല്ല, എഞ്ചിനീയറാക്കിയവരല്ല, തിരുവമ്പാടിയിലെ കോടീശ്വരനായിട്ട് വിലപിടിപ്പുള്ള വാഹനത്തിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കുന്നവനല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, മറേ ഒരു മനുഷ്യൻ ദുനിയാവിൽ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ് ഉമറേ, സ്വാലിഹത്തായ പെണ്ണാണ് ഉമറേ. പാതിരാത്രി സമയത്ത് ഭർത്താവ് കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് നിന്നിട്ടല്ല, എന്റെ പ്രിയപ്പെട്ടവനാണ് റബ്ബേ, പാവപ്പെട്ടവനാണല്ലോ, എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവനാണല്ലോ, അപകടം കൊടുക്കല്ല അല്ല എന്നാരുമറിയാതെ കണ്ണിൽ നനച്ചു ആരക്കുന്ന പ്രിയപ്പെട്ട സ്വാലിഹത്തായ പെണ്ണ്, മക്കളോട് ഖുർആനോദാൻ പറയുന്ന, മക്കളോട് ദിക്ർ ചൊല്ലാൻ പറയുന്ന, നന്മയുടെ പൂങ്കാവനമായ കുടുംബജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന റാണിയെ, നീ അല്ലാഹു ഒരു ഭർത്താവിന് കൊടുക്കുന്ന, ഒരു കുടുംബത്തിന് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിധിയായി മാറാൻ, അല്ലെങ്കിൽ അവരെ ആ നിധിയാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അങ്ങനെ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഒറ്റ ഉദാഹരണം മതി, നമ്മുടെ ഭാര്യ സ്വാലിഹത്താണോ അല്ലയോ എന്നറിയാൻ. എങ്ങനെയാണ് ഒരു സ്വാലിഹത്തായ പെണ്ണിനെ തിരിച്ചറിയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ തസ്റുഹു ഇദാ നളറ, നോക്കിയാൽ സന്തോഷം ഉണ്ടാവും. ഏത് പെണ്ണെ നോക്കിയാലാണ് സന്തോഷം ഉണ്ടാവാത്തത്? അപ്പോൾ എല്ലാവരും സ്വാലിഹത്താണോ? ഏത് പെണ്ണിനെ നോക്കിയാലാണ് നിങ്ങൾക്ക് സന്തോഷം? നിങ്ങളിങ്ങനെ ഭയങ്കര മുത്തക്കീങ്ങളായിട്ട് ഇരിക്കണത്തിനെന്നൊക്കെ എനിക്കറിയാം. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ ആരാണ്, നിങ്ങളുടെ മൊബൈലിലൊക്കെ എന്തുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്താ നടക്കുന്നത്, നിങ്ങളപ്പുറത്തെ വീട്ടിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോണ താത്ത നിങ്ങൾ എങ്ങനെ ജനലിലൂടെ നോക്കുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ വലിയ ഗൗരവമൊന്നും കാണിക്കേണ്ട, ഞാൻ പറയുമ്പോൾ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ഏത് പെണ്ണിനെ നോക്കിയാലും സന്തോഷം ഉണ്ടാവൂലേ? പക്ഷെ ഇത് പറഞ്ഞത് അയൽവാസിയുടെ ഭാര്യ നോക്കുന്നതല്ല, റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളെ നോക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭർത്താവാകുന്ന നിനക്ക് നിന്റെ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ല റാഹത്ത് സന്തോഷമാണെങ്കിൽ അൽഹംദുലില്ലാ, അവൾ സ്വാലിഹത്താണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടോ? ഉണ്ടായിരുന്നു ഉസ്താദേ, കുറേ കാലം മുമ്പൊക്കെ അങ്ങനെ വലിയ സന്തോഷമൊക്കെ തന്നെയായിരുന്നു, നല്ല റാഹത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ആഗ്രഹമൊന്നും ഇല്ലപ്പോൾ. ആഗ്രഹമല്ല, ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികാരം തീർക്കുന്നതിനുള്ളൊരു യന്ത്രം മാത്രമായിട്ട് തോന്നിപ്പോണ്ട്. അതിനിപ്പോൾ പുതിയ യന്ത്രം, ഇപ്പം നാസർ ഫൈസി പറഞ്ഞല്ലോ, കുറച്ചാൾ ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ യന്ത്രം ഇറങ്ങും. അപ്പോൾ അതല്ല ഭാര്യ എന്ന് പറയുന്നത്. അല്ലോ പടച്ചവനെ, കുടുംബജീവിതത്തിൽ ഒരു ഇതുപോലെ ഒരു സുഖം, ഒരു രസം, ഒരു ബന്ധം, ഒരു കുളിർമ, ഒരു സുഗന്ധം വേറെ ഉണ്ടോ ജീവിതത്തിൽ? അത് നമ്മൾ ഇസ്ലാമികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആത്മീയത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിളക്കം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷം, മാഷാ അല്ലാ, എൻ്റെ പ്രിയപ്പെട്ടവൾ, സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാനുള്ളവൾ, എൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കിയിട്ട് എന്നോടൊപ്പം നിൽക്കുന്നവർ. കൂട്ടുകാരോട് നിങ്ങൾ എന്തൊക്കെ പറയും, നീ എൻ്റെ ചങ്കാണ്, നീ എൻ്റെ മുത്താണെന്നൊക്കെ പറയില്ലേ? ഒരു വാക്ക് 10 കൂട്ടുകാരോട് പറയുന്നതിൻ്റെ ഒരു വരി ഭാര്യയോട് പറഞ്ഞിരുന്നെങ്കിൽ അവളെന്നേ നിങ്ങളുടെ ചങ്കായി മാറിയനെ. നിങ്ങൾ പറയില്ലല്ലോ. ഞാൻ പറയുന്നത് ആ തരത്തിലായാൽ സഹോദരിമാർ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ. നിങ്ങളുടെ മുഖത്ത് വരുന്ന ആനന്ദവും, നിങ്ങളുടെ മുഖത്ത് വരുന്ന ആഹ്ലാദവും നിങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്ന
മാനസികമായ തൃപ്തിയും സന്തോഷവും. ഒരിക്കലും അവരെ നിരാശപ്പെടുത്തരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് തരട്ടെ. കുടുംബജീവിതം അല്ല വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞത്, ഭർത്താവിന്റെ പ്രതീക്ഷ പെണ്ണേ നീയാണ്. ഭർത്താവിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ലോകത്തൊരു പെണ്ണിന് കഴിയുന്ന പോലെ ഒരാൾക്കും കഴിയില്ല. എന്നെ വേണ്ട, എന്റെ പ്രിയപ്പെട്ടവന് കാമുകന്റെ കൂടെ പോകുന്നു എന്ന് പറയുന്ന തിരുവമ്പാടിയിലെ കാമുകയുടെ കൂടെ പോകുന്നു എന്ന് പറയുന്ന തിരുവമ്പാടിയിലെ പെണ്ണിനോട് എന്തുകൊണ്ടവൻ അങ്ങനെ കാമുകയുടെ കൂടെ പോകുന്നു എന്ന് ചിന്തിക്കേണ്ടത് നീയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഭർത്താവിന് വേണ്ടി ഭാര്യ മൈലാഞ്ചി ഇടുക, അലങ്കാരം വരുത്തുക, തലയിൽ പൂച്ചൂടുക, സുഗന്ധം പുരട്ടുക, ഇതൊക്കെ ചെയ്യാൻ മറന്നു പോകുന്ന തിരുവമ്പാടിയിലെ ഭാര്യമാരുടെ ഭർത്താക്കന്മാര് സ്റ്റാൻഡിൽ പൂജോട് നിൽക്കുന്ന സുഗന്ധം പുരട്ടിയ പെണ്ണിന്റെ പിന്നാലെ പോകുന്നതിൽ അത്ഭുതപ്പെടാറില്ല പെങ്ങളെ. ഇസ്ലാമിൽ നിന്ന് എന്തുമാത്രം നിങ്ങൾ അകന്നു പോകുന്നുവോ ആ ഒരു കുടുംബ ജീവിതത്തിന്റെ മ്ലാനത നിങ്ങൾ അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്, അങ്ങനെ ഒരു സ്വാലിഹത്തായ ഭാര്യയാക്കി പെണ്ണാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളെ മാറ്റുക. എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ അവർ വളർന്നു വരട്ടെ. അതൊരു കുടുംബജീവിതത്തിന്റെ ഭാര്യ എന്ന റോളിൽ മാത്രമല്ല, ഒരു വാപ്പാടെ പ്രിയപ്പെട്ട പൊന്നുമോളെന്ന രീതിയില്, അല്ലാഹുവേ, ഒരു കുടുംബത്തിന്റെ ഉമ്മ എന്ന രീതിയില്, ഒരാങ്ങളയുടെ പെങ്ങളെന്ന രീതിയിലല്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണായി മാറാനുള്ള മനസ്സുണ്ടാവുക. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളല്ല ആദ്യമായിട്ട് ഉമ്മയെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആദ്യമായിട്ട് തന്റെ കുഞ്ഞുപ്പ എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കരച്ചിലിന്റെ ശബ്ദശകലങ്ങൾക്കിടയിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ആദ്യമായി വർത്തമാനം പറയുന്നത്, ആദ്യമായി പറയുന്നത് അത്ഭുതകരമായി മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് അതിശയം തീർത്തുകൊണ്ട് ഗർഭാശയത്തിന്റെ അകത്ത് കിടന്ന് നീന്തി തുടിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ അത്രമേൽ അത്ഭുതത്തോടെ പുറം ലോകത്തേക്ക് അല്ലാഹു കൊണ്ടുവരുമ്പോ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ആദ്യമായി പറയേണ്ട വാക്ക് അല്ലാഹ്, എന്റെ കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ട വാക്ക് അല്ലാഹ്, എന്റെ കുഞ്ഞ് കുടുംബത്തിനകത്ത് ആദ്യമായി കാണേണ്ടത് ഉപ്പയും ഉമ്മയും പടച്ച തമ്പുരാനെ സ്നേഹിക്കുന്ന ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളാണ് മുസ്ലിം റളിയല്ലാഹു തആല മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ താരാട്ടുപാട്ടിന്റെ തുടക്കക്കാരികളായി എന്റെ പ്രിയപ്പെട്ടവരെ സഹാബത്തിന്റെ ഭാര്യമാര് മാറുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കർണപുടങ്ങളിലേക്ക് അല്ലാ 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 എന്ന മനോഹരമായ നാമത്തെ ഇടിച്ചേൽപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ടവര് അവരാഗ്രഹിച്ചത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന മക്കളാണ്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മക്കളാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മക്കളാണ്. പടച്ചതമ്പുരാനെ നന്ദികേട് കാണിക്കുന്ന മക്കളെ മറന്നുപോകാൻ, അല്ലെങ്കിൽ അല്ലാഹുവിനെ മറന്നുപോകാൻ ചിന്തിക്കുന്ന മക്കളെ അവര് വെറുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ നാട്ടിൽ വളരുന്ന പ്രിയപ്പെട്ട പെൺമക്കളുണ്ടല്ലോ, ഇന്നത്തെ കലാലയാന്തരീക്ഷങ്ങളില്, ഇന്നത്തെ യാത്രാന്തരീക്ഷങ്ങളില് മ്ലേച്ഛമായ സ്വഭാവ രീതിയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കണം.